ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് ഗ്ലെൻകോയിൽ നമ്മൾ ചെന്നിട്ട് താമസിച്ച ഹോട്ടലും അവിടുത്തെ സ്റ്റേയെ പറ്റിയാണ്. അവിടെ നമ്മളൊരു 5:30 ആയപ്പോഴത്തേക്കും എത്തി. ഒന്ന് റെഡിയായി കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ താഴെ ഹോട്ട് ടബും പിന്നെ അവിടെ ഒരു പൂളും ഉണ്ടായിരുന്നു. അവിടെ പോയി ജസ്റ്റ് ഒന്ന് എൻജോയ് ചെയ്തു. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. അതിരിക്കുടൻ ഹോട്ട് ടബിലെ ഭാഗത്ത് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. നമ്മളിപ്പോൾ സ്റ്റേ ചെയ്തേക്കുന്ന ഹോളി ട്രീ ഒരു ഹോട്ടൽ ആൻഡ് സ്വിമ്മിംഗ് പൂളിലാണ്. അപ്പോൾ ഇവിടെ ഒരു സെലക്ട് ചെയ്തെന്ന് പറഞ്ഞാൽ പ്രൈസ് അത്യാവശ്യം നല്ലൊരു കോമ്പൻസേറ്റ് ചെയ്യാൻ പറ്റുന്ന പ്രൈസായിരുന്നു നമുക്ക്. പിന്നെ ഇവിടെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഭയങ്കര നൈസ് വ്യൂ ആണ്. കമ്പാരിറ്റീവ്ലി ഇവിടെ എനിക്ക് തോന്നുന്നു ഇഷ്ടംപോലെ ഹോട്ടൽസ് ഉണ്ട്. ഇവിടെ ബലാഷുലിസ് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പോൾ ഇവിടെ ഒരുപാട് ഹോട്ടലും സ്റ്റേ ചെയ്യുന്ന സ്ഥലമുണ്ട്. ഒരു ടൂറിസ്റ്റ് ഏരിയ പോലെ നമ്മുടെ ഒരു മൂന്നാറൊക്കെ പോലെ തന്നെയാണ്. അത്യാവശ്യം കുഴപ്പമില്ല, നൈസ് വ്യൂ ഒക്കെ ഉള്ള ഒരു ഹോട്ടൽ. പിന്നെ ഇവിടെ സ്വിമ്മിംഗ് പൂളും മറ്റേ ഹോട്ട് ബാത്ത് ടബ് സ്പായും ഉണ്ട്. അപ്പോൾ നമ്മളത് ചെയ്തിട്ടുണ്ടായ വീഡിയോ ഉണ്ട്. പൂളിൽ ഇറങ്ങാനില്ല, പൂളിൽ അത്യാവശ്യം കുറച്ച് തണുപ്പുണ്ടായിരുന്നു. കാരണം അവരവിടെ എഴുതിയിട്ടുണ്ടായിരുന്നു അവരുടെ എന്തോ മെയിൻ്റനൻസ് നടക്കുക. അപ്പോൾ അത് കാരണം അതിൻ്റെ ടെമ്പറേച്ചർ ഇത്തിരി കുറവാന്ന് പറഞ്ഞാൽ അവരവിടെ എഴുതിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതുകൊണ്ട് ഞങ്ങൾ മറ്റേ ബാത്ത് ടബ് സ്പായിലായിരുന്നത്. അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ ഇതെന്ന് പറയാനുണ്ട്, ഇതിപ്പോൾ ഇവിടെ ഉള്ളതെല്ലാം മറ്റേ സീ വ്യൂ റൂമുകളുണ്ട്. സീ വ്യൂ റൂം വെച്ച് ബാൽക്കണീസ് ഉള്ളതുണ്ട്. നമുക്കിപ്പോൾ താഴത്തോട്ട് നോക്കി അറിയാനുണ്ട്. ഇവിടെ ഉണ്ടോ, നേരെ താഴത്ത് അത് ബാൽക്കണി ഉള്ള റൂമുകളാണ്. താഴത്ത് നമുക്ക് അവിടെ പുറത്തോട്ട് ഇറങ്ങാൻ പറ്റിയ ടൈപ്പ് റൂമുകൾ. ഇതെന്ന് പറഞ്ഞാൽ ജസ്റ്റ് സീ വ്യൂ റൂമുകളാണ്. എനിക്കൊരു 3 നിലയുള്ളത്. നമ്മളിപ്പോൾ സെക്കൻഡ് ഫ്ലോറിലുള്ളത്. അപ്പോൾ നൈസ് വ്യൂ ആണ്. ഇതൊരു എല്ലാവരും ബീച്ച് ഒരു ലോക്ക് ലിനെ എന്ന് പറഞ്ഞിട്ടുള്ള ഇതാണ് ലോക്കാണ് ഈ കാണുന്നത്. ഇത് നമ്മുടെ കടലിനോട് ഏറ്റവും ക്ലോസറാണ്. ഇത് നേരെ പോയി ചേർന്നത് ഏറ്റവും കടലിലോട്ട് ചേർന്ന ഒരു ടൈപ്പ് ലോക്കാണ്. ഇത് ലോക്ക് ലിനെ എന്ന് പറയും. അപ്പോൾ ഇതിൻ്റെ ബീച്ചും ഇതും നല്ല ഫുൾ കാറ്റും നല്ല. ഇന്നലെ രാത്രിയിലൊക്കെ ഭയങ്കര വേവായിരുന്നു. നമ്മൾ ഇന്നലെ നോക്കിയപ്പോഴത്തേക്കും നൈസൊരു. ഇന്നിപ്പോൾ സൺറൈസ് ഇല്ല, കുറച്ച് ക്ലൗഡിയാണ്. അത്യാവശ്യം നല്ലൊരു സൺറൈസും സൂര്യനൊക്കെ ഉണ്ടെങ്കിൽ കിടിലം വ്യൂ ആയിരിക്കും. ഇവിടെ രാവിലെ എണീക്കുമ്പോൾ തന്നെ നമുക്കൊരു സൂര്യരശ്മികളോടെ കൂടി ഉണർന്നു വരുന്നൊരു പ്രഭാതമായിട്ട് ഒരു കാപ്പിയൊക്കെ കുടിച്ചിരിക്കാൻ പറ്റിയതാണ്. ബാൽക്കണിയുടെ റൂം ഇച്ചിരി ഒരു കോസ്റ്റ്ലി. എനിക്ക് തോന്നുന്നത് വലിയ കോസ്റ്റ്ലി ഇല്ല. ഒരു 20-30 പൗണ്ട്സ് അങ്ങോട്ട് എക്സ്ട്രാ വരുള്ളൂ. പക്ഷേ നമ്മുടെ ബഡ്ജറ്റിനകത്ത് ഇച്ചിരി വ്യത്യാസം വന്നതുകൊണ്ട് നമ്മൾ കട്ട് ചെയ്തതാണ്. പക്ഷേ ഇത് വ്യൂ അടിപൊളിയാണ്. പിന്നെ ഇവർക്കൊരു സീ ഫുഡ് റെസ്റ്റോറൻറ്റ് ഉണ്ട് താഴത്ത്. പക്ഷെ ഞങ്ങൾ ഓൾറെഡി ഫുഡ് പുറത്തുനിന്ന് കഴിച്ചുകൊണ്ട് ഞങ്ങൾ പിന്നെ കഴിച്ചില്ലായിരുന്നു. അപ്പോൾ പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഇൻക്ലൂഡ് ആണ്. ഇവരുടെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്. ഞങ്ങൾ കഴിക്കാൻ പോകണുള്ളൂ. ഇന്നത്തെ ഡേ ഞങ്ങൾ ഫോർട്ട് വില്യം വഴി പിറ്റ്ലോക്കിൽ വഴി തിരിച്ചു പോകാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. पापा कैसा किया?
ഫ്ലോറിലായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്. ഞാൻ റൂം ടൂർ ജസ്റ്റ് കാണിച്ചു തരാം. ഇവിടെ ലിഫ്റ്റ് ഇല്ല കേട്ടോ, നമ്മൾ സ്റ്റെയർ തന്നെ കയറണം. അതൊരു നെഗറ്റീവാണ്. കൊച്ചു ലഗേജൊക്കെ എടുക്കാൻ ഇച്ചിരി പാടാണ്. അപ്പം നമുക്കൊരു നെക്സ്റ്റ് വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.